ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളെല്ലാവരും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന വ്യക്തികളാണ്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ ബുക്ക് ചെയ്യാനായിട്ട് നമുക്ക് IRCTCയുടെ ഈ ഒരു ആപ്ലിക്കേഷൻ, റെയിൽ കണക്ട് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ രജിസ്റ്റേർഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഏത് സൈറ്റിൽ നിന്നാണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മളുടെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പല ആളുകളുടെയും പല പ്രോബ്ലങ്ങളും ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം ചിലപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ നമ്മൾ നേരിടാറുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആപ്ലിക്കേഷൻ്റെ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ കയറിയിട്ട് IRCTC റെയിൽ കണക്ട് എന്ന് പറഞ്ഞ സെർച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ദെൻ നിങ്ങളതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പോപ്പപ്പ് മെസ്സേജ് വരുന്നതായിരിക്കും. ഓക്കെ എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അലേർട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരികയാണ്. സോ പല ആളുടെയും പ്രശ്നമാണ് കേട്ടോ, നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള പല പ്രോബ്ലങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇതുപോലെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ വന്നിട്ടുള്ളത്. മുകളിൽ തന്നെ നിങ്ങൾക്ക് ലോഗിൻ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇത് വഴി നമുക്ക് ഒരുപാട് ട്രെയിൻ ആണെങ്കിലും ഫ്ലൈറ്റ്, ബസ്, ഹോട്ടൽ ഇതെല്ലാം നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. ഈ ലോഗിൻ എന്ന് പറയുന്ന ഈ മുകളിൽ കാണുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാനുള്ള ഒരു പേജ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് നിങ്ങൾക്ക് സൈൻ ചെയ്യാവുന്നതാണ്. മാത്രമല്ല, അപ്പോൾ നിങ്ങൾ പുതുതായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ രജിസ്റ്റർ യൂസർ എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് താഴത്ത് കാണാൻ സാധിക്കും. അവിടെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് രജിസ്റ്റർ യൂസർ എന്ന് പറയുന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഈ ഒരു പേജിലോട്ട് നമുക്ക് റീഡയറക്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ചെറിയൊരു ലോഡിങ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തോളൂ എല്ലാവരും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ IRCTCയുടെ ഈ ഒരു രജിസ്ട്രേഷൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുള്ള ബോക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മളുടെ യൂസർ നെയിമാണ് കൊടുക്കേണ്ടത്. യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാ ലെറ്റേഴ്സും ഉണ്ടായിരിക്കണം. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉണ്ടായിരിക്കണം, ന്യൂമറിക് ലെറ്റേഴ്സ് ഉണ്ടായിരിക്കണം, സ്മോൾ ലെറ്റർ ഉണ്ടായിരിക്കണം, നമ്പേഴ്സ് ഉണ്ടായിരിക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഡെമോക്ക് വേണ്ടി ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ ആയിരിക്കണം നിങ്ങളുടെ യൂസർ നെയിമും ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക യൂസർ നെയിം. പിന്നെ നിങ്ങൾക്ക് യൂസർ നെയിം കൊടുക്കുന്ന സമയത്ത് മറ്റൊരു വ്യക്തി എടുക്കാത്തൊരു യൂസർ നെയിം ആയിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. ഇപ്പം ഞാനിപ്പോൾ കൊടുത്തതിൽ ഒരു യൂസർ നെയിം ഓൾറെഡി എടുത്തതാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്പറുകളും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇത് നിങ്ങൾക്ക് ഇവിടെ ഫുൾ നെയിം നിങ്ങളുടെ ആധാർ കാർഡിലും പാൻ കാർഡിലൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ നെയിം ഉള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫുൾ നെയിം നിങ്ങൾ തെറ്റാതെ കറക്റ്റായിട്ട് തന്നെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അടുത്തതായിട്ടുള്ളതാണ് നിങ്ങളുടെ പാസ്വേഡ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ടാണ് നമ്മളിതിൽ ലോഗിൻ ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു പാസ്വേഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 8 ഡിജിറ്റ് ആയിരിക്കണം പാസ്വേഡ്. അതും നല്ല ക്വാളിറ്റിയുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് തന്നെ ഉണ്ടായിരിക്കണം. പിന്നീടുള്ളത് ഇമെയിൽ ID, ദെൻ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു ബോക്സും താഴത്ത് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങളുടെ SMS കാര്യങ്ങളൊക്കെ പോകാവുന്ന പറ്റുന്ന രീതിയിലുള്ള നമ്പറും കാര്യങ്ങളും നിങ്ങൾ കൊടുക്കുക. പിന്നെ ഇവിടെ നിങ്ങൾക്ക് താഴത്തെ ഒരു ക്യാപ്ച കാണാൻ പറ്റുന്നുണ്ടല്ലോ. ആ ഒരു ക്യാപ്ച ഈ ബോക്സിലായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാനിവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ദെൻ നമുക്ക് നമ്മുടെ ഇമെയിലാണെങ്കിലും മൊബൈൽ നമ്പർ കൊടുക്കുന്ന സമയത്തൊക്കെ അതിലൊക്കെ OTP വരുന്നതായിരിക്കും. അപ്പോൾ നല്ല വാലിഡ് ആയിട്ടുള്ള ഇമെയിലും വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും കാര്യങ്ങളും കൊടുക്കാൻ ശ്രദ്ധിക്കുക. അടുത്തായിട്ടുള്ള നമ്മളുടെ ജെൻഡറും അതുപോലെ തന്നെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട ഒരു പേജാണ്. അപ്പോൾ നിങ്ങൾ മെയിലാണെങ്കിൽ മെയിൽ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, പിന്നെ അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റ് അഡ്രസ്സ് എന്തായാലും കൊടുക്കണം. രണ്ടാമത്തെ അഡ്രസ്സ് ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. പിന്നെ പിൻകോഡ്, പിന്നെ നിങ്ങളുടെ സിറ്റി, സെലക്ട് സിറ്റി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സിറ്റി സെലക്ട് ചെയ്യാവുന്നതാണ്. സ്റ്റേറ്റ് വരെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തായിട്ടുള്ള നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് അതും കൂടി കൊടുക്കുക. ലാസ്റ്റ് ഈ 2 ബോക്സിന് ടിക്ക് ചെയ്യുക. ദെൻ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കൺഗ്രാജുലേഷൻ യുവർ യൂസർ പ്രൊഫൈൽ ഈസ് കംപ്ലീറ്റ് നോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ രീതിയിൽ വരുന്നുണ്ട്. ഓക്കെ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു IRTC അക്കൗണ്ട് ഇവിടെ കംപ്ലീറ്റ്ലി നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നാൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്
ലോഗിൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മൾ നേരത്തെ രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ OTP എന്നിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളത് പിൻ നമ്പർ ക്രിയേറ്റ് ചെയ്യാനാണ്. ജനറേറ്റ് പിൻ എന്ന ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. അവിടെ നിങ്ങളൊരു 4 ഡിജിറ്റ് പിന്നോ അല്ലെങ്കിൽ 6 ഡിജിറ്റ് പിന്നോ നിങ്ങൾ ഇട്ട് കൊടുക്കുക, അത് കൺഫേം ചെയ്ത് കൊടുക്കുക. പിന്നെ ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എനേബിൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ട് തന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, നമുക്ക് ട്രെയിൻ ആണെങ്കിലും ഫ്ലൈറ്റ്, ബസ്, ഇങ്ങനെ ഹോട്ടൽസ്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു IRCTC റെയിൽ കണക്ട് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, മാത്രമല്ല വീണ്ടും ഒരുപാട് ഓപ്ഷൻസുകൾ ഇതിലുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ബാക്കിൽ വട്ടം ക്ലിക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഒരുപാട് ഓപ്ഷൻസ് ആണ് കേട്ടോ ഇതിലുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ട്രെയിൻ യാത്ര ചെയ്യുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും ഇത് രജിസ്ട്രേഷൻ ചെയ്യാൻ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.